നമസ്കാരം. വിവാഹ തട്ടിപ്പ് നടത്തി തിരുവനന്തപുരത്ത് നിന്നും അറസ്റ്റിലായ രേഷ്മ എന്ന യുവതിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടു. തന്നെ ജയിലിൽ അടയ്ക്കണമെന്നും പുറത്തിറങ്ങിയാൽ തട്ടിപ്പ് ഇനിയും ആവർത്തിക്കുമെന്നും രേഷ്മ പോലീസിനോട് പറഞ്ഞു. സ്നേഹം ലഭിക്കാനാണ് കൂടുതൽ പേരെ വിവാഹം ചെയ്തത് എന്നും മൊഴിയിൽ പറയുന്നു. കേസിൽ വിശദമായ അന്വേഷണം നടത്താൻ രേഷ്മയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ആര്യനാട് പഞ്ചായത്ത് അംഗത്തിനെ വിവാഹം കഴിക്കാനിരിക്കുമ്പോഴായിരുന്നു രേഷ്മയുടെ തട്ടിപ്പ് പുറത്തു വന്നത്. അടുത്ത മാസം വിവാഹം കഴിക്കാനിരുന്ന യുവാവിനൊപ്പമാണ് രേഷ്മ ഈ വിവാഹത്തിന് എത്തിയതെന്നായിരുന്നു മറ്റൊരു ട്വിസ്റ്റ്. ഈ യുവാവായിരുന്നു കോട്ടയത്ത് നിന്നും യുവതിയെ വെമ്പായത്ത് എത്തിച്ചതും. ആര്യനാടുള്ള ബന്ധുവീട്ടിൽ പോകുന്നു എന്നായിരുന്നു യുവാവിനോട് പറഞ്ഞിരുന്നത്. ഇതൊന്നും അറിയാതെയായിരുന്നു യുവാവിൻ്റെ തിരുവനന്തപുരം യാത്രയും. 11ാമത്തെ വിവാഹം കഴിക്കുവാനിരിക്കെയാണ് യുവതി ഇപ്പോൾ പിടിയിലായത്. രേഷ്മയ്ക്ക് 2 വയസ്സുള്ള കുട്ടിയുമുണ്ട്. 3 വർഷം മുമ്പുള്ള വിവാഹത്തിലാണ് ഈ കുട്ടിയുള്ളത്. സാമ്പത്തിക തട്ടിപ്പിനായാണ് യുവതി വിവാഹം കഴിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ മെയ് 29-നാണ് യുവതിയുടെ അമ്മ എന്ന പേരിൽ ആദ്യം ആര്യനാട് പഞ്ചായത്തംഗമായ യുവാവിനെ വിളിക്കുന്നത്. തുടർന്ന് ജൂൺ 5-ന് മകൾ യൂണിവേഴ്സിറ്റിയിൽ ഒരാവശ്യത്തിനായി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. തുടർന്ന് ഇവിടെ വെച്ച് ഇരുവരും കണ്ടുമുട്ടി. താൻ ദത്തെടുക്കപ്പെട്ട കുട്ടിയാണെന്നും അതുകൊണ്ട് അമ്മയ്ക്ക് ഈ വിവാഹത്തിന് താല്പര്യക്കുറവുണ്ട് എന്നും രേഷ്മ യുവാവിനെ അറിയിച്ചു. അതോടെ രേഷ്മയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് യുവാവ് ഉറപ്പു നൽകുകയായിരുന്നു. പിന്നീട് വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളായി. വെള്ളിയാഴ്ചയാണ് വിവാഹം നടത്തുവാൻ തീരുമാനിച്ചിരുന്നത്. 5-ാം തീയതി രേഷ്മയെ യുവാവ് കൂട്ടിക്കൊണ്ടുവന്ന് ഉഴമലയ്ക്കലുള്ള ഒരു വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. വിവാഹ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞ് രേഷ്മ അവിടെ നിന്നും ഇറങ്ങി. വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതിൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടതുമില്ല. തുടർന്ന് യുവതിക്ക് സംശയം തോന്നിയതോടെ രേഷ്മയുടെ ബാഗ് പരിശോധിച്ചു. അങ്ങനെയാണ് മുൻ വിവാഹങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തുന്നത്. ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞാണ് രേഷ്മ മറ്റ് വിവാഹങ്ങൾ കഴിച്ചിരുന്നത്. വരനെ കൊണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിപ്പിക്കുന്നതായിരുന്നു ഇവരുടെ രീതി. തുടർന്ന് ഈ പണവും വസ്ത്രങ്ങളും കല്യാണ ആവശ്യത്തിനുള്ള പണവും കൈക്കലാക്കി വിവാഹ പിറ്റേയും തന്നെ ഇവർ മുങ്ങും. യുവതി നിരവധി പേരെ ഇത്തരത്തിൽ വിവാഹം കഴിച്ചു കടന്നു കളഞ്ഞിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്.